ഹായ് നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. അപ്പൊ നമുക്ക് അടുത്തൊരു വന്യജീവി സങ്കേതത്തിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ, പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ, ഈ പെരിയാറിനെ കുറിച്ച് നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. പെരിയാർ വന്യജീവി സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ഇടുക്കിയാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാറ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാറ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ലയെ ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 4 എണ്ണമാണ് എന്ന് ഓർത്തു വെക്കുക. എത്രയാണ്? 4 എണ്ണമാണ് അല്ലെ. ടോട്ടൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18 എണ്ണമാണ് കേട്ടോ. 18 കേരളത്തിൽ. അത് ഏറ്റവും ഇടുക്കി 4 ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതം, ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതമാണ് ഏത്? ഈ പെരിയാർ ടൈഗർ റിസർവ് എന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ. ആ കേരളത്തിലെ എന്താണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് ചോദിക്കുകയാണെങ്കിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി. 1934 അല്ലെ. പഴയ പേരെന്താണ്? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി 1934 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? തേക്കടി വന്യജീവി സങ്കേതം അല്ലെ. നമ്മൾ ഈ വയനാട് വന്യജീവി സങ്കേതം എന്ത് പറയാ? മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വേറൊരു പേരാണ് എന്ത്? തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്കാണ്. ഏത് താലൂക്കാണ്? പീരുമേട് താലൂക്കാണ് അല്ലെ. ഏതാണ്? പീരുമേട് താലൂക്കാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെയാണ് ഏത്? പെരിയാറ്. കേരളത്തിലെ ആദ്യമാണ്. പെരിയാർ കടുവ സംരക്ഷണം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെ ജില്ലയായിരിക്കും? ഏതൊക്കെ ജില്ലയാണ്? ഇടുക്കിയുണ്ട്, പിന്നെ പത്തനംതിട്ട കേട്ടോ. ഏതൊക്കെയാണ് പെരിയാർ വന്യജീവി സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കിയുണ്ട് അല്ലെ. ഇടുക്കിയുണ്ട്, പിന്നെന്താണ്? പത്തനംതിട്ടയും കൂടി ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം നമ്മൾ പറഞ്ഞു. നെല്ലിക്കാമ്പട്ടി എപ്പോഴായിരുന്നു? 34. ഇനിയുള്ള ഡേറ്റുകൾ വർഷങ്ങൾ പുറത്ത് ഓർത്തു വെക്കണേ. അപ്പൊ 34 പറഞ്ഞു. വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 50-ലാണ്. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 78-ലാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോൾ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതാണ് 1982. എപ്പോഴാണ്? 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന്റെ കീഴിലായ വർഷം ചോദിക്കുകയാണെങ്കിൽ 1992 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച വർഷം 50 ടൈഗർ റിസർവ് ആക്കിയത് 78 എന്താണ്? കോൾ പ്രദേശത്തെ ദേശീയോദ്യാനം 82 ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പ്രൊജക്ട് എലിഫന്റ് കീഴിലായി വന്ന വർഷം അല്ലെ 1992 അല്ലെ. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ലോക ബാങ്ക് ബക്കർലി പഠന പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതമാണ്. ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതമാണ് ഏത്? ഈ പെരിയാർ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? പെരിയാർ നമ്മൾ പറഞ്ഞു 92 പറഞ്ഞു അല്ലെ. പെരിയാർ വന്യജീവി സങ്കേത തുടക്കത്തിൽ അറിയപ്പെട്ടത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി ആണെന്ന് പറഞ്ഞു. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? പെരിയാർ അല്ലെ. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയത്തിൽ കുറച്ചെന്തോ ഉണ്ട് അല്ലെ. മുത്തങ്ങ വന്യജീവി സങ്കേതം സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഈ മുത്തങ്ങ വന്യജീവി സങ്കേതത്തില് സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഏത് മൃഗമായിരുന്നു? പറഞ്ഞേ. മുത്തങ്ങയില് ആന അല്ലെ.
ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏതാണ്? ആന അല്ലെ? ഏതാണ്? വരയാട് ഇരവികുളം സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങ് എന്ന് പറഞ്ഞു അല്ലെ. ആന എന്ത് പറഞ്ഞു? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ഏത്? ഈ വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കാം എന്താണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. കേരളത്തിലെ വന്യജീവി സങ്കേതത്തിന്റെ ഈ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന് ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത്? സുൽത്താൻ ബത്തേരി അല്ലെ. എന്താണ്? വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി മുത്തങ്ങ റേഞ്ച് എന്ന പിക്ചർ കണ്ടില്ലേ? ഇതാ വയനാട് കേരളം അവിടെ അല്ലെ. ആ വന്യജീവി സങ്കേതം എവിടെ എൻട്രല് അവിടെ വെൽക്കം ടു വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് ഉണ്ടാവും. അത് താഴെ നോക്കിക്കഴിഞ്ഞാൽ മുത്തങ്ങ റേഞ്ച് എന്ന പേരിലും അവിടെ അറിയപ്പെടും. അപ്പൊ എന്താണ്? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. ഏതാണ്? സുൽത്താൻ ബത്തേരിയാണ്. ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പട്ടി വന്യജീവി സങ്കേതം എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? ഈ വയനാട് വന്യജീവി സങ്കേതം അല്ലെ. ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നത് പറഞ്ഞേ? ഏതൊക്കെയാണ്? തോൽപ്പട്ടി, ബേഗൂർ വന്യജീവി സങ്കേതം അല്ലെ. അതുപോലെ തന്നെ കാണപ്പെടുന്ന ഏതാണ്? ഈ വയനാട് വന്യജീവി സങ്കേതം. അതുപോലെ ഈ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ പിന്നെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കുറച്ച് വന്യജീവി സങ്കേതം ഉണ്ട്. ഏതൊക്കെയാണ്? മുതുമല വന്യജീവി സങ്കേതം. അത് ഏതിന്റെ കീഴിലാണ്? തമിഴ്നാടിന്റെ കീഴിലാണ് അല്ലെ. മുതുമല വന്യജീവി സങ്കേതം. പിന്നെന്തായിരുന്നു? പിന്നെ ഏതായിരുന്നു? ബന്ദിപ്പൂർ അല്ലെ. ബന്ദിപ്പൂർ ആണോ? ബന്ദിപ്പൂറും നാഗർഹോളൊക്കെ ഏതിലാണ്? കർണാടകയുടെ. മുതുമല എവിടെയാണ്? തമിഴ്നാടും. ബന്ദിപ്പൂർ നാഗർഹോള കർണാടക അല്ലെ. കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ഏത്? ഈ വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973 അല്ലെ. 73 നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏത്? ഈ വയനാട് വന്യജീവി സങ്കേതം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത് മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന എവിടെയാണ്? മാനന്തവാടി, സുൽത്താൻ ബത്തേരി. കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. ഏതാണ്? അത് മുത്തങ്ങയാണോ, ബേഗൂറാണോ, തോൽപ്പട്ടിയാണോ, വയനാടാണോ എന്ന് ചോദിച്ചാൽ നാലും ഒന്ന് തന്നെയാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഏത്? തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി. നമ്മൾ അപ്പഴേ എന്താ പറഞ്ഞ? കർണാടക തമിഴ്നാട് അതിർത്തിയിലെ സംസ്ഥാനം, അത് വയനാട് പറഞ്ഞു. ഈ തമിഴ്നാട്ടിലാണെങ്കിൽ എന്താണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം അല്ലെ. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ഏതാണ്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് അല്ലെ. ഏത് വർഷമാണ്? 1973 അല്ലെ. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഏത്? ഈ പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഏത്? ഈ പറമ്പിക്കുളം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ടൈഗർ റിസർവ് അല്ലെ. ഇന്ത്യയിലാണെങ്കിൽ അത് 38-ാമത്തെയാണ് കേട്ടോ. ഇന്ത്യയിലാണെങ്കിൽ 38-ാമത്തെ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് മുതലമട ഗ്രാമപഞ്ചായത്ത് അല്ലെ. ഏതാണ്? മുതലമട ഗ്രാമപഞ്ചായത്താണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ഇന്ദിരാഗാന്ധിയിലെ ആനമല ദേശീയോദ്യാനം. അതിന് വേറൊരു പേരാണ് എന്ത്? ഇന്ദിരാഗാന്ധി. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അല്ലെ. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി നാഷണൽ പാർക്ക് വെൽക്കംസ് യു എന്ന് കാണാം. അപ്പൊ ഏതാണ്? ആനമല ദേശീയോദ്യാനം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. തെന്മലൈക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? തെന്മലൈക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? തെന്മലൈക്കോ ടൂറിസം ഏതാ വരിക? ചെന്തുരുണിയിലെ. എന്താണ്? ചെന്തുരുണിയാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഏതാണ്? ചെന്തുരുണി. വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണിയിലെ. കുളത്തുപുഴ റിസർവ് വനത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി.
അല്ലേ? എന്താണ് ഗൂസ്റ്റ ട്രാവൻകൂറിക്ക എന്നാണ് ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് നോക്കാം. കൊല്ലം ജില്ലയിലുള്ള ഏക വന്യജീവി സങ്കേതമാണ് ഏത്? ചെന്തുരുണി. 171 ചതുരശ്ര കിലോമീറ്റർ ആണ് നിലവിൽ വന്നത്. എപ്പോഴായിരുന്നു? നമ്മൾ സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷമായ അല്ലെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച എപ്പോഴായിരുന്നു? 84-ലാണ്. അപ്പോഴാണ് വന്നത്. എന്താണ്? ഗുസ്റ്റ ട്രാവൻകൂറിക്ക എന്നും കൂടി ശാസ്ത്രീയ നാമമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിക്കും. കുളത്തുപുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് അല്ലെ. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതാണ്? ചെന്തുരുണി എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതായിരുന്നു? തെക്ക് പറയുമ്പോ ഏതാ വരിക? തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം അല്ലെ. ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. നെയ്യാർ എവിടെയാണ്? കേരളത്തിലെ തെക്കേ അറ്റത്ത് അല്ലെ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. മരക്കുന്നം ദ്വീപിലാണ് ഒക്കെ പഠിച്ച ഓർമ്മയുണ്ട്. എക്സാമിന് ചോദിച്ചിട്ടുണ്ടല്ലേ? നെയ്യാറ് നോക്കാം. വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്റർ ആണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ. കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം കൂടിയാണ് നെയ്യാറ്. അഗസ്ത്യാർ ക്രൊക്കഡൈൽ അല്ലെ റീഹാബിലേഷൻ ആൻഡ് റിസർച്ച് സെന്റർ. എന്താണ്? അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ്. അതൊക്കെ പിക്ചർ വ്യക്തമായി ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ക്രൊക്കഡൈൽ റീഹാബിലേഷൻ സെന്റർ അല്ലെ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നെയ്യാർ വന്യജീവി സ്റ്റീവ് ഇർവിൻ പാർക്ക് അല്ലെ. പേപ്പാറ, നെയ്യാറ്, ചെന്തുരുണിയിലെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതങ്ങളാണ് ഏതൊക്കെ? ഈ നെയ്യാറുണ്ട്, പിന്നെ പേപ്പാറയുണ്ട്, പിന്നെ ഏതാണ്? ചെന്തുരുണി ഉണ്ട് കേട്ടോ. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ചെന്തുരുണി എന്ന് പറഞ്ഞില്ലേ? ഏത് പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുക? ഏത് പാർക്കിന്റെ മാതൃകയിൽ ചോദിക്കുകയാണെങ്കിൽ ഹൈദരാബാദിലുള്ള നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ്. ഏത് പാർക്കിന്റെ മാതൃകയിലാണ്? ഹൈദരാബാദിലുള്ള നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് നമ്മുടെ നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അഗസ്ത്യമല ബയോസ് റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവിയാണ് നെയ്യാറ്, പേപ്പാറ, ചെന്തുരുണി എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്രാമ പുനരധിവാസ കേന്ദ്രം ഏതാണ്? രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്രാമ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ചിന്നാറാണ് ആൻസർ അല്ലെ. ഓപ്ഷൻ ഡി ചിന്നാറാണ്. കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ഏത്? ചിന്നാർ അല്ലെ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? പാമ്പാർ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതാ പറഞ്ഞ ഒഴുകുന്നത്? കുന്തിപ്പുഴ അല്ലെ. കുന്തി പോകുമല്ലോ. ഉത്ഭവിക്കുകയാണെങ്കിൽ തൂതപ്പുഴ. അടുത്ത് ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമങ്ങളും കാണപ്പെടുന്ന ഏത് കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? നോക്കിയേ, എന്താണ് ചാമ്പൽ മലയണ്ണ അല്ലെ? റത്തൂഫ മക്രൂറ. എന്താണ്? റത്തൂഫ മക്രൂറ. എന്താണ് അത്? ശാസ്ത്രീയ നാമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റത്തൂഫ മക്രൂറ. അതുപോലെ തന്നെ ജിയോ കെലോൺ എലഗൻസ്. എന്താണ്? നക്ഷത്രാമയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ജിയോ കെലോൺ എലഗൻസ്. എനിക്ക് കിട്ടാണ്ടാണ് ഞാനിവിടെ മലയാളം കൂടി എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? റത്തൂഫ മക്രൂറിയാണ് ശാസ്ത്രീയ നാമമെങ്കിൽ നക്ഷത്ര ആമകൾക്കാണെങ്കിൽ ജിയോ കെലോൺ എലഗൻസ്. എത്ര പ്രാവശ്യമാണ് ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകൾക്ക് എക്സാമിന് ചോദിച്ചത്? ഒരുപാട് പ്രാവശ്യം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ.
വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വന്യജീവി സങ്കേതം കൂടിയാണ്. ഏതാണ്? വെള്ളക്കാട്ടുപോത്തില്ലേ, അതിന്റെ സാന്നിധ്യം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഖർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ നീൽ പ്രദേശമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ് ആണ്. നമ്മൾ അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ആനമലൈ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഒരു പ്രത്യേക സസ്യത്തിന്റെ വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏത്? ഒരു പ്രത്യേക സസ്യത്തിന്റെ പേര് മാത്രം വന്ന ഏതാണ്? ഒരു പ്രത്യേക സസ്യത്തിന്റെ വേണ്ടി മാത്രം ഇന്ത്യയിൽ വന്ന ആദ്യ ഉദ്യാനമാണ് ഓപ്ഷൻ സി, കുറിഞ്ഞിമല. ഏതാണ്? ഓപ്ഷൻ സി എന്താണ്? കുറിഞ്ഞിമല. എന്താണ്? കുറിഞ്ഞിമല. എന്താണ്? കുറിഞ്ഞിമല. ഒരു പ്രത്യേക സത്യം ഏത് വർഷമാണ് ചോദിക്കും? 2006 എപ്പോഴാണ്? 2006 അല്ലെ. കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് ഏത്? ഈ നീലക്കുറിഞ്ഞി എന്ന് കാണപ്പെടുന്നത് അല്ലെ. വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമാണ് എന്താ? സ്ട്രോബിലാന്തസ് കുന്തിയാന. വളരെ ഇമ്പോർട്ടന്റ് ആണ് നീലക്കുറിഞ്ഞി, അതുപോലത്തെ സിംഹവാലൻ കുരങ്ങ്, പിന്നെന്താണ് ഒക്കെ വളരെ എക്സാമിന് ചോദിച്ചാണല്ലോ. അപ്പൊ എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. 2023 സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം വകുപ്പ് പ്രഖ്യാപിച്ച സസ്യം കൂടിയാണ് ഏത്? ഈ നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നു അല്ലെ നീലക്കുറിഞ്ഞി. കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 18 ഇനമാണ് കേട്ടോ. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് ഏത്? ഈ കരിങ്കുറിഞ്ഞി എന്നും കൂടി ഓർത്തു വെക്കുക. എല്ലാ വർഷവും ആണെങ്കിൽ അതാണ് കരിങ്കുറിഞ്ഞിയാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അപ്പോൾ തെക്ക് പറഞ്ഞു അല്ലെ, തെക്ക് നെയ്യാറാണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് അല്ലെ? ഏതാണ്? കേരളത്തിൽ 12 വർഷമാണ് ഈ സ്ട്രോബിലാന്തസ് കുന്തിയാന. ഞാൻ 10 വർഷം എന്ന് പറഞ്ഞു അവിടെ? ഇല്ലല്ലോ. 12 വർഷത്തിലൊരിക്കൽ, സോറി കേട്ടോ, 12 വർഷത്തിലൊരിക്കലാണ് എന്നും കൂടി ഓർത്തു വെക്കണേ. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്ത്? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോറി ഞാൻ പെട്ടെന്ന് നോക്കിയില്ല. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ വന്യജീവി സങ്കേതമാണ് ഏത്? ആൻസർ പറയാ. വടക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ് അല്ലെ. കർണാടകയിലെ കൂർഗ് അല്ലെ വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? ഈ ആറളം എന്ന് പറയുന്നത് അല്ലെ. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നു. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ഈ കാണുന്ന ചീങ്കണ്ണിപ്പുഴ. ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. ഏതാ മക്കളെ? ചീങ്കണ്ണിപ്പുഴ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്തത്, കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ഏത്? ഈ ആറളം വന്യജീവി സങ്കേതം. എന്താണ്? പൂമ്പാറ്റകളുടെ നിരീക്ഷണത്തിന് ആറളം വന്യജീവി സങ്കേതത്തിൽ പുതിയതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ ഏതാണ്? സഹ്യാദ്രി തവിടൻ, നാൽവരയൻ നീലി. നിങ്ങൾ ഇതൊക്കെ SCERT ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. എന്താണ്? സഹ്യാദ്രി തവിടൻ, നാൽവരയൻ നീലി. കേരളത്തിൽ 2020 നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറഞ്ഞു മൊത്തം 18 പറഞ്ഞു, 4 ഇടുക്കിയിലാണെന്നൊക്കെ പറഞ്ഞു അല്ലെ. കേരളത്തിൽ 2020 നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ അല്ലെ. ഏതാണ്? ഓപ്ഷൻ ഏതാണ്? കരിമ്പുഴയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഏതാണ്? കരിമ്പുഴ. വിസ്തീർണം 227.97 ചതുരശ്ര കിലോമീറ്റർ ആണ്. കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് ഏത്? മുക്കുറുത്തി ദേശീയോദ്യാനം. അപ്പഴേ പറഞ്ഞില്ലേ ഏതാണ്? മുക്കുറുത്തി ദേശീയോദ്യാനം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകളാണ് ഏത്? അമരമ്പലവും വടക്കേ കോട്ടയും. ഏതൊക്കെയാണ്? അമരമ്പലവും അതുപോലെ തന്നെ വടക്കേ കോട്ടയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ്? അമരങ്കലം അതുപോലെ തന്നെ വടക്കേ കോട്ട കേട്ടോ.
കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം തവളയാണ് എന്ത്? പന്നിമൂക്കൻ തവള. അതേ അവിടെ ഉണ്ടാവും കേട്ടോ. ഏതാണ്? പന്നിന്റെ മൂക്ക് പോലെ കണ്ടോ? പന്നിമൂക്കൻ തവളയാണ് കേട്ടോ. ദെൻ മുക്കുത്തി ദേശീയോദ്യാനം തെക്ക്, സൈലന്റ് വാലി വടക്ക് കിഴക്ക് എന്നിവ കരിമ്പുഴ വന്യജീവി സങ്കേതമായി അതിർത്തി പങ്കിടുന്നു. ദെൻ അടുത്തത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണല്ലേ. പിന്നെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. PSC ഉത്തരപ്രകാരം കേന്ദ്ര വനവകുപ്പ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ എത്രയാണ്? 6 എന്നും കൂടി ഓർത്തു വെക്കുക. ഇടുക്കി ഇരവികുളം ഇടുക്കിയാണ്, പെരിയാർ ഇടുക്കിയാണ്, സൈലന്റ് വാലി പാലക്കാടാണ്, മതികെട്ടാൻ ചോല ഇടുക്കിയാണ്, ആനമുടിച്ചോല ഇടുക്കിയാണ്, പാമ്പാടും ചോല അല്ലെ ഇടുക്കിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ചിന്നാർ ഇടുക്കി, ആറളം കണ്ണൂർ, ചെന്തരുണി കൊല്ലം, മംഗളവനം എറണാകുളം അല്ലെ. പിന്നെന്താണ്? കുറിഞ്ഞിമല ഇടുക്കി, ചൂളന്നൂര് പാലക്കാട്, മലബാർ കോഴിക്കോട്, കരിമ്പുഴ എവിടെയാണ്? മലപ്പുറം എന്നും കൂടി ഓർത്തു വെക്കുക. ആന സംരക്ഷണമൊക്കെ ഏതൊക്കെയാണ്? വയനാടാണെങ്കിൽ ആന സംരക്ഷണം വയനാട് വന്യജീവി, നിലമ്പൂരിൽ ആന സംരക്ഷണം മലപ്പുറം, ആനമുടിയിലാണെങ്കിൽ ഇടുക്കി, പെരിയാറ് ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കിയിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. കടുവ സങ്കേതം ഏതൊക്കെയാണ്? പെരിയാറും പറമ്പിക്കുളം. കടുവയാണെങ്കിൽ പെരിയാറും പറമ്പിക്കുളം. ബയോസ്ഫിയർ റിസർവ് ഏതൊക്കെയാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നന്ദി, നമസ്കാരം, ബൈ.